തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആവേശോജ്വല സ്വീകരണമാണ് LDF സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ദിൽന ചേരുകയാണ്. ദിൽന, ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്കുള്ളത്. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ പര്യടനവും ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ ഒരു സമഗ്ര ചിത്രവും? തന്നെ ഇന്ന് കൺവെൻഷനുകളാണ് കൂടുതലായും നടന്നിട്ടുള്ളത്. നമുക്കറിയാം, സ്ഥാനാർത്ഥികൾ ഓരോന്നും 2 തവണ എങ്കിലും വോട്ടർമാരെ കണ്ടും റോഡ് ഷോ നടത്തിയും ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പോഴും ഒരു പടി മുന്നിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥികൾ ഓരോന്നും എന്ന് തന്നെ പറയാം. നമുക്കറിയാം, ഏറ്റവും അവസാനം പ്രഖ്യാപനം വന്ന തിരുവനന്തപുരം സെൻട്രലിൻ്റെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധീർ കരമന കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടന്നു. ഇന്ന് കവലകൾ തോറും വീടുകൾ തോറും വോട്ട് അഭ്യർത്ഥിച്ച് വോട്ടർമാരെ കണ്ട് നേരിൽ കണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥിയും തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ സ്ഥാനാർത്ഥികളും വിവിധ മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികൾ ഓരോന്നും ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഒരു ഡിക്ലറേഷൻ ഡേറ്റ് വന്നത് മുതൽ ഒരു പടി മുന്നിൽ തന്നെയാണ് LDF എപ്പോഴും നിൽക്കുന്നത്. അതായത് റോഡ് ഷോ മുതൽ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം മുതൽ നാമനിർദ്ദേശ പത്രിക നൽകിയത് മുതൽ എല്ലാം ഇന്ന് കൺവെൻഷനുകൾ കഴിഞ്ഞ ദിവസം ഇന്ന് നേമം, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ മുന്നേറ്റം തന്നെയാണ് ഇടത് പാളയത്തിൽ നിന്ന് വരുന്നത്. അപ്പോഴും ആഭ്യന്തര കലഹം ഒഴിയാതെ തന്നെയാണ് UDFും BJP നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും ഒടുവിലായി BJPയിൽ വർക്കല സീറ്റ് BDJS ഘടകകക്ഷിക്ക് നൽകിയ BDJSന് നൽകിയ വർക്കല സീറ്റ് തിരിച്ച് BJP വാങ്ങുന്നൊരു കാഴ്ച കൂടെ കാണുന്നുണ്ട്. നാളെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. അപ്പോഴേക്കെങ്കിലും എല്ലാ ആഭ്യന്തര കലഹവും ഒഴിയുമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. എന്തു തന്നെയായാലും ഇടത് പാളയത്തിൽ നിന്ന് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് മുഴുവൻ സ്ഥാനാർത്ഥികളും ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ ഇടത് പാളയത്തിൽ നിന്ന് കണ്ടു. വളരെ വലിയ മുന്നേറ്റം തന്നെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അക്ഷയ്.